ഞങ്ങളുടെ പക്കൽ മഹാമയൻ ഭീഷ്മരുള്ളപ്പോൾ നമ്മുടെ നാരായണീ സേനയുടെ ആവശ്യമുണ്ടാവുകയില്ല മാതുല. എന്നാൽ മഹാമയൻ ഭീഷ്മർ വധിക്കപ്പെട്ടതിന് ശേഷം നാരായണീ സേനയുടെ സേനാധിപതി എന്ന പദവി ആരാണ് ഏറ്റെടുക്കുവാൻ പോകുന്നത്? ചതിയുടെ അഭാവത്തിൽ മഹാമയനായ ഭീഷ്മരുടെ മൃത്യു ഒരിക്കലും സംഭവിക്കുകയില്ല. മാത്രമല്ല, അങ്ങയുടെ പക്ഷത്ത് കേവലം ധർമ്മമാണ്. അതിനാൽ അങ്ങ് ചതി പ്രവർത്തിക്കുകയില്ല. അത് ചതിയെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിൽ അധിഷ്ഠിതമാണ് മാതുല. ഭഗവാൻ രാമചന്ദ്രനും ഒരിക്കൽ മറിഞ്ഞിരുന്നു കൊണ്ട് വാനര രാജാവായ ബാലിയെ ആക്രമിച്ചിരുന്നതാണ്. മാത്രമല്ല, ദശാനനനായ രാവണനെ വധിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സഹോദരൻ വിഭീഷണനിൽ നിന്നും സഹായവും സ്വീകരിച്ചിരുന്നതാണ്. ചതിയുടെ ഉദ്ദേശം ധർമ്മമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ചതിയും ധർമ്മമാകുന്നതാണ്. പ്രിയ മാതുല,